നമസ്കാരം, എല്ലാവർക്കും രുചിമണത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇന്ന് എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്നുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അത് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ഇതിൽ വേറെ ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ഇൻഗ്രീഡിയൻറ്റ് കേക്ക് എന്നൊക്കെ ഇതിനെ പറയാം. കാരണം നമ്മളിതിൽ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഓറിയോ കേക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ സെയിം ബേസ് കേക്ക് വെച്ചിട്ട് 3 രീതിയിൽ ചോക്ലേറ്റ് ടോപ്പിംഗ് കൊടുക്കുന്ന രീതി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതായത് ചോക്ലേറ്റ് സ്പ്രെഡിങ് 3 രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരെണ്ണത്തിൽ 12 എണ്ണം ഉണ്ടാവും. അപ്പോൾ 24 ഓറിയോ ബിസ്ക്കറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പം ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് കംപ്ലീറ്റ് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊടിച്ചെടുക്കും. 2 രീതിയിൽ നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഒന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ക്രീം നമുക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബിസ്ക്കറ്റ് മാത്രമായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ക്രീം നമ്മൾ മാറ്റി വയ്ക്കുന്ന ഇതിൻ്റെ മിഡിലുള്ള ക്രീം നമുക്ക് ലാസ്റ്റ് ടോപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നിച്ച് ക്രീം അടക്കം ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നല്ല നൈസായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഇനി നമ്മളൊരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കായത് കൊണ്ട് തന്നെ മധുരം കുറച്ച് കുറവായിട്ട് തോന്നും. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. നമ്മൾ ക്രീം അടക്കം ഇട്ട് ഗ്രൈൻഡ് ചെയ്തതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. എങ്കിലും കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു മധുരം വേണ്ടി വരും. അപ്പോൾ ഞാനൊരു 2.5 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്ത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേരുവ മാത്രമാണ് നമ്മളിവിടെ കേക്ക് റെഡിയാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. കണ്ടോ, ഇതേപോലെ നല്ല തിക്കായിട്ട് ഒട്ടും തന്നെ ലംസൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല പാകത്തിന് നമ്മൾ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചൊന്ന് ഹാർഡാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുക, പെട്ടെന്ന് വിട്ടു പോരാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതേപോലെ മടങ്ങി വീഴുന്ന ആ ഒരു പരുവം, അതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഈ മാവ് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവാനും അതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഒരു പാൻ ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം യൂസ് ചെയ്യാത്തൊരു പാനാണ്. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നമുക്ക്. നന്നായിട്ട് അത് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മീതെ നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ലിഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഹോളൊന്നും ഇല്ലാത്ത ഒരു ലിഡാണ്. സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ അടപ്പിനൊക്കെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ അഥവാ അങ്ങനത്തെ ഒരു ഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കുന്ന അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിം ലോയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ പാത്രം വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഫ്ലെയിം ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് ഇതേപോലെ റെഡി ആയിട്ട് കിട്ടും. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്.
കണ്ടോ, അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നർത്ഥം. കണ്ടോ, എല്ലാ ഭാഗവും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് പുറത്തേക്ക് ഇറക്കി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമുക്ക് കത്തി വെച്ചിട്ടൊന്നും അകത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം. കാരണം ഇതിൽ ക്രീം അതൊന്നും തേക്കേണ്ട തന്നെ ഇതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഓറിയോ കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒരു 3 രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കാരണം ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് ലൈറ്റായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ മീതെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് നിറയെ ക്രീമായിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു രീതിയിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ ചോക്ലേറ്റ് ക്രീം ഉള്ളത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് ഇതേപോലെയും നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. ലൈറ്റായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ കേക്കാണ്. നമ്മൾ ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു രീതി എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു കേക്കിനെ ഒരു 2 പീസായിട്ട് നടുക്കുന്ന ഒന്ന് മുറിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ കേക്ക് തയ്യാറാക്കുമ്പോൾ നടുക്ക് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ടല്ലോ, അതേപോലെ ഇതിൻ്റെ 2ആയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ 2 പാത്രത്തിൽ ഇതേപോലെ കേക്കിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ആദ്യമേ ഈ 2 തവണയായിട്ട് ഞാൻ കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ ഞാൻ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിലെ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് ക്രീമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ന്യൂട്ടല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂട്ടല്ല ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നല്ല തിക്ക് ക്രീമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്രീം ഇതിൻ്റെ മിഡിലിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഈ ചോക്ലേറ്റ് ക്രീമൊക്കെ നന്നായിട്ട് ഉള്ളത് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ന്യൂട്ടല്ല ഉണ്ടെങ്കിൽ ന്യൂട്ടല്ല വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ സാധാരണ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതിനൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിനൊന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാക്കി ഹാഫ് പീസും കൂടെ ഞാൻ അതിന് മീതെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മീതെയും നമ്മുടെ ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ക്രീം തേക്കുന്നതായിരിക്കും. കാരണം മിഡിലും മേലെയൊക്കെ നിറയെ ക്രീമുള്ളതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ കേക്കിനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിനെ കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് മേലെ ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിപ്പിംഗ് ക്രീമും ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ ഓറിയോ കേക്കിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ 3rd രീതിയിൽ എങ്ങനെയാണ് ഈ കേക്കിനെ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ ആ കേക്കിനെ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതിന് മീതെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇതേപോലെ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം ഓറിയോ കേക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, അതിനെങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് മിഡിലിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടോപ്പിംഗ് മാത്രമായിട്ട് നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിത് 3 പ്രാവശ്യമായിട്ട് തയ്യാറാക്കിയ കേക്കാണ്. പക്ഷെ നമ്മൾ ബേസ് തയ്യാറാക്കിയത് 3ഉം സെയിം ഒരേ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിൻ്റെ ടോപ്പിങ്ങും മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അത് 3ഉം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്കിതിന്ന് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന അത്ര ടൈമും ഇതിനെടുക്കില്ല. ജസ്റ്റ് ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.